ഹായ് മൈ ഡിയേഴ്സ്, യൂണിവേഴ്സ് അറൗണ്ട് ദേവസ് ട്രിപ്പിൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ സാധിക്കാനുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മളുടെ മനസ്സിന്റെ ഒരു കോണിലുണ്ടാവും അല്ലേ. എന്നാൽ ഇതിങ്ങനെ ആഗ്രഹമായിട്ട് മാത്രം ഇരുന്നിട്ടൊരു കാര്യമില്ല. നമുക്ക് ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ നമ്മളിലേക്ക് എത്താനും നമ്മൾ ശരിയായ രീതിയിൽ അതിന് തയ്യാറാവുകയും അതിനായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരികയും വേണം. അപ്പൊ ആ യാത്ര ഏറ്റവും മനോഹരമായി നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങളെ ശരിയായ രീതിയിൽ നടത്താനും ഒക്കെ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ, ആത്മസാക്ഷാത്കരണം നടത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രാക്ടീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് ഫേമസ് ആയിട്ടുള്ള പല സെലിബ്രിറ്റീസും അവരുടെ ജേർണിയിൽ ട്രൈ ചെയ്ത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്, ഒപ്പം ഒരു ഇമോഷണൽ ഫീലിങ്സ് കൂടെ കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒപ്പം ഇതൊരു പില്ലോ ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ളതുമായിട്ടുള്ള ഏത് വിഷും ഏതൊരാഗ്രഹവും നമുക്ക് ഈ ഒരു പ്രാക്ടീസിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് 100% നടന്ന് കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഏതൊരു വിഷും ഇതിലൂടെ നമുക്ക് ട്രൈ ചെയ്തു നോക്കാം. ഇവിടെ നമ്മളുടെ മനസ്സ്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മളുടെ ആ ഒരു ഫീലിങ്സും നമ്മളുടെ ആക്ഷനും ഒക്കെ ഒരുമിച്ച് കണക്റ്റ് ആക്കുന്ന ഒരു രീതിയാണ് ഇതിൽ ചെയ്യുന്നത്. 21 days മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഡേ 1 എന്ന് പറയുന്നത് നമുക്ക് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരൊറ്റ ദിവസം മാത്രം ഇവിടെ സ്ക്രിപ്റ്റിംഗ് ഉള്ളൂ. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ആ ഒരു റൈറ്റിംഗ് ആണ്. നമുക്കൊരു വൈറ്റ് കളർ A4 ഷീറ്റ് പേപ്പർ വേണം, ഒരു പേനയും വേണം. നമുക്ക് ഏത് നിറത്തിലുള്ള പേനയും യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും ഈ ഒരു മെത്തേഡിൽ ഇവിടെ സ്ട്രോങ് ഇമോഷണൽ കണക്ഷനും ഒരു ഫോക്കസും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണവും ഒക്കെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല നിറത്തിലുള്ള ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള പേനകളും ചൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ മണി അബണ്ടൻസ് റിലേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഇങ്ക് യൂസ് ചെയ്യാം. അതല്ല ലവ് റിലേഷൻഷിപ്പ് മാരേജ് ഒക്കെ ആണെന്നുള്ള കാര്യങ്ങൾക്ക് റെഡ് ഇങ്ക് യൂസ് ചെയ്യാം. ഇനി സമാധാനം, മെന്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഹീലിംഗ് ഒക്കെ ആണെങ്കിൽ ബ്ലൂ പെന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈ ഗോൾസുകൾ, ജോബ്, സ്റ്റഡീസ്, ഹൈ ഫ്യൂച്ചർ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ ബ്ലാക്ക് ഇങ്കോ അല്ലെങ്കിൽ ഗ്രീൻ ഇങ്കോ യൂസ് ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സ് കണക്ഷൻ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പർപ്പിൾ പേന യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് സെൽഫ് ഇംപ്രൂവ് ചെയ്യാനും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാനും ഒന്ന് മോട്ടിവേറ്റ് ആകാൻ, അല്ലെങ്കിൽ ഉള്ളിലെ നെഗറ്റിവിറ്റീസും ഫിയർ ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് പോസിറ്റീവ് ആകാനൊക്കെ ആണെങ്കിൽ ഓറഞ്ച് കളർ പേനയും യൂസ്ഫുൾ ആണ്. ഇനി ഇങ്ങനത്തെ കളറുകളൊന്നും നിങ്ങൾക്കില്ല എങ്കിൽ ബ്ലൂ പേന ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഈ പേനയുടെ നിറത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അതൊരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റം കൊണ്ടുവരാനും നമ്മളുടെ ഉള്ളിലൊരു ഇമോഷണൽ കണക്ഷനെയും ഒരു ഫോക്കസിനെയൊക്കെ ഒന്ന് ഷാർപ്പാക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ സ്ക്രിപ്റ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സമയം അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. രാവിലെ ആണെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ രാത്രിയിൽ. നിങ്ങളൊരു ഏർലി മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു കാമായിട്ടിരിക്കുന്ന ഒരു ടൈം നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടിയിട്ട് ശാന്തമായിട്ടുള്ളൊരു ടൈം യൂസ് ചെയ്യാം. പേന എടുക്കുക, ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നതിന് ശേഷം പേന എടുത്ത് ആ പേപ്പറിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ നമ്മുടെ പേര് എഴുതുക. ആ പേരിന് താഴെയായിട്ട് നമ്മുടെ ആഗ്രഹം എന്താണോ അതിന് നമ്മളൊരു ചെറിയൊരു പോസിറ്റീവ് അഫർമേഷന്റെ രൂപത്തിലേക്ക് ആ ആഗ്രഹത്തെ, അതായത് നിങ്ങൾക്ക് ആ കാര്യം നല്ല രീതിയിൽ സാധിച്ചു കിട്ടിയതിന് നന്ദി എന്ന രീതിയിൽ പ്രസന്റ് ടെൻസിൽ എഴുതുക. ഓൾറെഡി അത് സാധിച്ചു കിട്ടിയതിന് നന്ദി പറയുന്ന രീതിയിൽ അതിനെ എഴുതുക. എഴുതുന്ന വാക്കുകൾക്കനുസരിച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നതിലാണ് കാര്യം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞതായിട്ടൊരു റിയൽ മെമ്മറി പോലെ ഫീൽ ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ നിന്നും അത് നൽകുന്നൊരു സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ അനുഭവിച്ചിട്ട് വേണം ഇതെഴുതാൻ. ഇത് ആ പേപ്പറിൽ 21 തവണ നമ്പർ ഇട്ട് എഴുതുക. വലിയ സെന്റൻസ് ആയിട്ടൊന്നും എഴുതണ്ട, ചെറിയൊരു അഫർമേഷൻ പോലെ ആക്കി എഴുതിയാൽ മതി. ഇനി ഏറ്റവും താഴെയായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 പ്രാവശ്യം കൂടി എഴുതി അവസാനിപ്പിക്കാം. ഇനി ഈ കാര്യത്തെ ഒരു കാര്യം കൂടെ വേണ്ടത്, ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ സംഘടിപ്പിക്കുക.
അപ്പം നിങ്ങൾക്കൊരു വീട് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒരു ഏകദേശം അതുപോലെയൊക്കെയുള്ളൊരു വീട് ഇപ്പം നമുക്ക് നെറ്റിലൂടെയോ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് യൂസ് ചെയ്തോ മാഗസീനിലോ പത്രത്തിലോ ഒക്കെ നമുക്ക് ഒരു പിക്ചർ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പിക്ചർ ഒന്നെങ്കിൽ പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അതും കൂടി എടുത്തിട്ട് എന്നുവെച്ചാൽ ഇതൊരു സിംബോളിക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മാരേജ് ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കൃത്യം നിങ്ങളുടെ പിക്ചർ തന്നെ വേണം എന്നില്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് സിംബോളിക്കായിട്ട് ഏതെങ്കിലും ഒരു വെഡ്ഡിങ് പിക്ചർ എടുത്തിട്ട് ആ ഒരു പിക്ചർ കൂടെ നമുക്ക് ഈ പേപ്പറിൻ്റെ കൂടെ പിൻ ചെയ്തിട്ട് വെക്കാം. ഇതുകൂടെ ആ പേപ്പറിലൊന്ന് വെച്ചിട്ട് ഈ പേപ്പറിനെ 3ആയിട്ട് മടക്കുക. 3ആയിട്ട് മടക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോ ഉണ്ടല്ലോ, ആ പില്ലോയുടെ കവറിലെ അടിഭാഗത്തേക്ക് കയറ്റി വയ്ക്കുക. അപ്പം നിങ്ങൾ മാത്രം യൂസ് ചെയ്യുന്നൊരു പില്ലോ ആയിരിക്കണം കേട്ടോ. ആ പില്ലോയിൽ വേറൊരാൾ കിടക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പില്ലോ എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ മാത്രം ആ പേപ്പർ എടുത്ത് പില്ലോ കവറിൽ വയ്ക്കുക. നിങ്ങൾ എണീറ്റതിന് ശേഷം ആ പേപ്പറിനെ എടുത്ത് സേഫായിട്ട് മറ്റൊരു ഇടത്തേക്ക് മാറ്റി വയ്ക്കുക. അതായത് ഉറങ്ങുന്ന സമയം മാത്രം പില്ലോ കവറിലേക്ക് വെച്ചാൽ മതിയാവും. ഇനി 21 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഈ പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതിയിരിക്കുന്ന അഫർമേഷൻ ഒന്ന് മൈൻഡിൽ ഫീൽ ചെയ്ത് വായിച്ച് അത് സാധിച്ച് കിട്ടിയ ആ ഒരു മൊമെൻ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം. ഇതാണ് 21 ഡേയ്സ് നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ്. ആ ഒരു റിയാലിറ്റി നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു മാക്സിമം ഒരു മിനിറ്റോളം നമുക്കതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നുള്ള ടൈമാണ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം. ഇനി നിങ്ങൾക്ക് രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് പേപ്പർ എടുത്ത് വായിക്കാനോ വിഷ്വലൈസ് ചെയ്യാനോ എന്നുള്ളൊരു സാഹചര്യം ഇല്ല എങ്കിൽ മാത്രം രാവിലെ ഉണർന്ന് എണീറ്റിട്ട് അപ്പം തന്നെ ഈ ഒരു പേപ്പർ എടുത്ത് വായിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ബെഡിൽ നിന്നും ഇറങ്ങാം. അപ്പോൾ പൂർണ്ണ ഫീലോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി വേണം വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഒരു സിനിമ കാണുന്ന അതേപോലെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ആ ആഗ്രഹം സാധിച്ചാൽ അല്ല അതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു ലൈഫിലെ സീനിനെ നിങ്ങൾക്ക് ആ വിഷ്വലൈസേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ 21 ദിവസം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഉള്ളിലേക്ക് അത്രയും ശക്തമായിട്ടുള്ളൊരു സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റം ആക്ടിവേറ്റ് ആകും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ഒരു ബിലീഫ് സിസ്റ്റം ആഗ്രഹത്തെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 21 ദിവസത്തിന് ശേഷം ഇനി ഈ പേപ്പർ നമുക്ക് സേഫായിട്ട് എവിടെ വേണമെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെക്കാം. ഇനി നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾക്കത് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നു എന്നതിൻ്റെ സിംബോളിക്ക് ആയിട്ട് നിങ്ങൾക്കതിനെ കത്തിച്ചിട്ട് ആ ചാരം വളരുന്ന ഒരു ചെടിയുടെ ചുവട്ടിലിട്ട് വെള്ളമൊഴിക്കാം. ഇനി ഇപ്പം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ പറയുന്നത് അതിനെ ഒന്ന് സൂക്ഷിച്ചു വെക്കാനാണ്. കാരണം അതൊരു മെമ്മറിയാണ് അല്ലേ, നമ്മളുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു തെളിവാണ്. നിങ്ങൾക്ക് ഈ ആഗ്രഹം സാധിച്ച് കിട്ടിയതിന് ശേഷം ഈ പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊരു വേറെ ഫീലാണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് ഒന്നുമല്ല. നമ്മളുടെ ചിന്തയും നമ്മളുടെ ഫീലിങ്സും ആക്ഷൻസും കൂടെ ഒരുമിച്ച് അലൈൻഡ് ആകുമ്പോൾ അത് നാച്ചുറലി അങ്ങനെ അങ്ങ് സാധിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ നിങ്ങൾ അർഹരാണ് എന്ന് ആദ്യം വിശ്വസിക്കുക. ആ ഒരാളായി മാറാൻ ശ്രമിക്കുക. അത് മാക്സിമം ഫീൽ ചെയ്ത് ഉൾക്കൊണ്ട് ജീവിച്ചു തുടങ്ങുക. അപ്പം ഇന്ന് മുതൽ ജസ്റ്റ് വിഷ് ചെയ്ത് നോക്കാതെ ഫീൽ ചെയ്യുക, ബിലീവ് ചെയ്യുക, അങ്ങനെയായി ജീവിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾ ഇതിനകം ആ ജീവിതം ജീവിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.